ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന് നായകനാക്കി മോളിവുഡിലെ തന്നെ വലിയ സിനിമകളിൽ ഒന്നായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലിജോയുടെ മലിക്കോട്ടെ വാലിബൻ എന്ന സിനിമ ആ ചിത്രത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടി ഇപ്പോഴിതാ കടക്കുകയാണ്. സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴിതാ യഥാർത്ഥ കളക്ഷനായിട്ട് നമ്മുടെ ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. കളക്ഷൻ നോക്കുമ്പോൾ കേരളത്തിൽ പ്രതീക്ഷ കളക്ഷൻ തന്നെ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നാം പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം മുകളിലാണ് സിനിമ 8 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 12,60,00,000 മലിക്കോട്ടെ വാലിബൻ 8 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തെയും ഇന്നത്തെയും കേരള കളക്ഷൻ ഉൾപ്പെടെ ഫൈനൽ കേരള കളക്ഷൻ 14 കോടിക്ക് മുകളിലോ അതല്ലെങ്കിൽ 15 കോടിയിലേക്കോ എത്തപ്പെടുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായ ഫൈനൽ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിലെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 26,75,00,000 മലിക്കോട്ടെ വാലിബന്റെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി സിനിമയ്ക്ക് കുറച്ചെങ്കിലും ഭേദപ്പെട്ട കളക്ഷൻ 7 ദിവസങ്ങളെക്കാൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമകളാണ് ഇന്നുൾപ്പെടെയുള്ള അടുത്ത 3 ദിവസങ്ങൾ. ശനി ഞായർ കളക്ഷനോടെ 30 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയുടേതായിട്ട് എത്തുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ, മലക്കോട്ടെ വാലിബന്റെ അടുത്ത റിപ്പോർട്ടുകൾ കേട്ടാം. മോളിവുഡിലെ വലിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഒന്നുകൂടിയാണല്ലോ മലക്കോട്ടെ വാലിബൻ. ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിലെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വാലിബൻ എന്ന സിനിമയിലെ നായകനും ഒപ്പം തന്നെ സംവിധായകനും റെക്കോർഡ് പ്രതിഫലമാണ് സിനിമയിൽ നിന്നെന്നാണ് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ട്. ഇപ്പോഴത്തെ ആ ഫിഗേഴ്സിനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ പതിവ് പോലെ മോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിട്ട് താരമായിട്ട് ലാലേട്ടൻ മാറിയിരിക്കുകയാണ്. 15 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു മലിക്കോട്ടെ വാലിബൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ നിന്നുള്ള ലാലേട്ടന്റെ പ്രതിഫലം എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അതേസമയം LJP എന്ന സംവിധായകന്റെ പ്രതിഫലത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ സിനിമകളെക്കാൾ ഇരട്ടിക്ക് മുകളിലായിരുന്നു മലിക്കോട്ടെ വാലിബൻ പ്രതിഫലമെന്നും 2 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ട്. ജിത്തു ജോസഫ്, പ്രിയദർശൻ ഉൾപ്പെടെ വളരെ ചുരുക്കം സംവിധായകർക്ക് മോളിവുഡിൽ 1 കോടിക്ക് മുകളിൽ സംവിധായകനായിട്ട് പ്രതിഫലമുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ LJPക്ക് റെക്കോർഡ് പ്രതിഫലമാണ് സംവിധായകൻ എന്ന നിലയിൽ ലഭ്യമായിരിക്കുന്നത്. ഇനി വാലിബന്റെ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ ലിജോയുടെ പ്രതിഫലം വീണ്ടും ഉയരാനുള്ള സാധ്യതകളേ ഉള്ളൂ. മലിക്കോട്ടെ വാലിബൻ ഒരു പരാജയമാണെങ്കിൽ പോലും ബിസിനസ് ഉൾപ്പെടെയുള്ള കളക്ഷൻ എല്ലാം തന്നെ പ്രകാരം എത്രത്തോളം വലിയൊരു പരാജയമാണ് എന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല. കാത്തിരിക്കൂ അത് അറിയാനായിട്ട്.